ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ ദിവസം ഗുരുദേവൻ ജനിച്ച സമയത്ത് കരഞ്ഞില്ല എന്ന കാര്യമാണല്ലോ പറഞ്ഞു നിർത്തിയത്. മനുഷ്യക്കുട്ടികൾ ജനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കരയുന്നത് എന്നതും കൂടി നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകേണ്ടതാണ് എന്ന് തോന്നുന്നു. മറ്റു ജീവികൾക്കൊന്നും ജനിക്കുമ്പോൾ തന്നെ കരയണം എന്നൊരു നിർബന്ധം കാണുന്നില്ല. മനുഷ്യക്കുട്ടികളുടെ ജനിക്കുമ്പോഴുള്ള കരച്ചിലിൻ്റെ കാരണത്തെപ്പറ്റി ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതിയ ഗീതാനന്ദ സ്വാമികൾ പറയുന്നത് ഇങ്ങനെയാണ്. ജനനിയുടെ ഉദരത്തിൽ അധിനിവേശം ചെയ്യുന്ന ജീവന് പൂർവജന്മസ്മരണ ഉണ്ടായിരിക്കും. ആ സ്മരണയിൽ സർവ്വതും മറന്നിരിക്കുന്ന അവസ്ഥയിലാണത്രേ ദേഹമെടുത്ത ജീവൻ സൂതികാവായുവിൻ്റെ ഉൾത്തള്ളൽ അനുസരിച്ച് പുറത്തേക്ക് വരുന്നത്. ആ പൂർവസ്മരണ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കുട്ടി കരയുന്നത് എന്ന് അഭിജ്ഞന്മാർക്ക് അഭിപ്രായമുണ്ട്. ഈ ശിശു, അതായത് ഗുരുദേവൻ, കരയാത്തത് പൂർവസ്മരണ നഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എന്ന് ആണ് ഞാൻ ഊഹിക്കുന്നത്. ഇത് ഗീതാനന്ദ സ്വാമിയുടെ ഊഹമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഗുരുദേവൻ കരയാതിരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് മുൻപേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന് പൂർവജന്മസ്മരണ ഉണ്ട് എന്ന വാദം ശരിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം ചിന്തയും സ്മരണയും എല്ലാം മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. മാത്രവുമല്ല, മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഇന്ദ്രിയങ്ങളും ദേഹവും എല്ലാം പ്രകൃതിയുടെ ഭാഗവുമാണ്. ദേഹം നഷ്ടപ്പെടുന്നതോടുകൂടി ഈ പറഞ്ഞതെല്ലാം ഇല്ലാതാകും. മറവിരോഗം ബാധിച്ച മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്മരണകൾ ഇല്ലാതാകുന്നതായി കാണാമല്ലോ. അതായത് ഓർമ്മകൾ തലച്ചോറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ദേഹം ഉപേക്ഷിച്ച് ആത്മാവിൽ സ്മരണ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മനസ്സും സങ്കല്പവും ഒന്നാണ് എന്ന് പറയുന്നു. സങ്കല്പ മനസ്സോ കശ്ചിത് നഹി ഭേദോസ്തി കിഞ്ചന. സങ്കല്പങ്ങൾ അനുഭവങ്ങളെ ആധാരമാക്കിയാണ് ജനിക്കുന്നത്. അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുമാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്ത ഗർഭസ്ഥ ശിശുവിൽ ഒരു സങ്കല്പവും വിചാരവും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. ഗർഭസ്ഥ ശിശു പൂർണ്ണനിദ്രാവസ്ഥയിലാണ് എന്ന് വേണം കരുതാൻ. പ്രസവത്തോടുകൂടി ശിശുവിൽ ഉണ്ടാകുന്ന മാറ്റം, അതായത് നിദ്ര വിട്ട് ഉണരുന്നത് പോലെ, ഇന്ദ്രിയങ്ങൾ അപ്പോൾ സജീവമാകുന്നു. കാതുകളിലേക്ക് ശബ്ദങ്ങൾ പ്രവേശിക്കുന്നു. നേത്രങ്ങളിലേക്ക് പ്രകാശവും പല കാഴ്ചകളും വന്ന് പതിക്കുന്നു. മൂക്കിലേക്ക് ഗന്ധവും ത്വക്കിലേക്ക് വ്യത്യസ്തമായ സ്പർശനങ്ങളും ശീതോഷ്ണാദിയും വന്ന് മുട്ടുന്നു. ഒരു ക്ഷണത്തിൽ ഇതെല്ലാം കൂടി സംഭവിക്കുമ്പോൾ ശിശു ഞെട്ടിക്കരയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഈ പറയപ്പെട്ട അനുഭവങ്ങളാണ് മനസ്സിനെ ഉണർത്തുന്നത്. മനസ്സ് ഉണരുമ്പോഴാണ് സങ്കല്പങ്ങളും സുഖദുഃഖാദി അനുഭൂതികളും ഉണ്ടാകുന്നത്. ദേഹം ധരിച്ച് ഭൂജാതനാകുന്ന ആത്മാവ് പൂർവജന്മത്തിൻ്റേതായ ഒന്നും കൊണ്ടുവരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പൂർവജന്മത്തിൽ അവശേഷിപ്പിച്ച മോഹങ്ങളും ആഗ്രഹങ്ങളും കർമ്മഫലങ്ങളും അനുഭവിക്കാനുള്ള സംസ്കാരത്തെ കൊണ്ടുവരുന്നുണ്ടാവാം.
അതിന് തക്കതായ ദേഹം ധരിച്ചുകൊണ്ടാണ് അതിന് തക്കതായ സ്ഥലകാലങ്ങളിലേക്ക് ആണ് ഓരോരുത്തരും പിറന്നു വീഴുന്നത്. ഗുരുദേവൻ്റെ അവതാരം വ്യത്യസ്തമായിരുന്നു. അത് ഗീതയിൽ പറയുന്ന യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന വചനമനുസരിച്ച് ഉള്ള പരമാത്മാവിൻ്റെ അവതാരമായിരുന്നു. ഈ കാര്യം ഗുരുവിൻ്റെ ഓരോ പ്രവൃത്തിയിൽ നിന്നും മനോമാലിന്യമകന്ന ശുദ്ധമനസ്കരായവർക്ക് തിരിച്ചറിയാവുന്നതാണ്. നമസ്കാരം.